യേശു യേശു അവനാണ് മതിയായവൻ. യേശു 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 അവനാണ് വലിയവൻ. യേശു യേശു അവനാണ് വലിയവൻ. ഫെബ്രുവരിയിൽ കടന്നു വരുവാൻ തക്കോണം ഞങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ചു. അങ്ങനെ ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാനും ഈ മീറ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിരിക്കാനും ഇവിടെ നടക്കുന്നതായ
ഈ മീറ്റിംഗിൽ അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളും ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളെ ദൈവത്തിലേക്ക് അയച്ചിരിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും ദിവസം നടക്കുന്ന മീറ്റിങ്ങുകൾ അത് വെളിപ്പെട്ട് വരും എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് അറിയുന്നു. പ്രൈസ് ലോർഡ്. ഇവിടുന്ന് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ ബോംബെയിൽ വെച്ച് വലിയൊരു ലീഡർഷിപ്പ് മീറ്റിംഗ് ഇവിടെ ഞങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ഞായറാഴ്ചത്തെ ആരാധനയിൽ അവിടെ ശുശ്രൂഷിക്കുന്നത് കൂടാതെ തിങ്കളാഴ്ച വൈകിട്ട് ഒരു ലീഡർഷിപ്പ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. 150 പാസ്റ്റേഴ്സ് ബോംബെയിൽ നിന്നും അതിനുവേണ്ടി കടന്നു വരുന്നുണ്ട്. അടുത്ത ഞങ്ങൾ അങ്ങനെ അനേക ദേവദാസന്മാർ കടന്നു വന്നു. അതൊക്കെയും വലിയ അനുഗ്രഹമായിട്ട് വലിയ വരുന്നവരൊക്കെയും വലിയ രൂപാന്തരം പ്രാപിച്ചു പോകാൻ തക്കണം. പുതിയ കാഴ്ചപ്പാടോടുകൂടെ ദൈവദാസന്മാരൊക്കെ മടങ്ങിപ്പോകാൻ തക്കണം ദൈവം ഇടയാക്കി. അതാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അതാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിന് ഏറ്റവും യോഗ്യമായ രീതിയിൽ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം സ്വയം ബലപ്പെടുക, സന്നദ്ധരായി തീരുക. അതാണ് കോൺഫറൻസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ ലീഡർഷിപ്പ് മീറ്റിംഗ് ഇപ്പോൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് പിന്നാലെയും അനൗൺസ് ചെയ്യാം. കേരളത്തിൽ നിന്നുള്ള അനേക നൂറുകണക്കിന് ദേവദാസന്മാരോട് കടന്നു വന്ന് പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അവയെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ പകൽക്കാലവും രാത്രികളിലും നടക്കുന്ന യോഗങ്ങളിൽ 2 വ്യത്യസ്തമായ അപ്രോച്ചുകൾ സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പകൽക്കാലത്തെ മീറ്റിങ്ങുകൾ ദൈവമക്കളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിട്ട ശേഷമായിട്ട് ഒടുവിൽ ആവശ്യക്കാരായ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവസരങ്ങൾ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാത്രി യോഗങ്ങളിൽ പൊതുയോഗത്തിൻ്റെ ശൈലികളുള്ള മെസ്സേജുകൾ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. രാത്രി പ്രാർത്ഥിക്കാൻ അങ്ങനെ സമയം കിട്ടുകയില്ല എന്ന് ഇതിൻ്റെ നടത്തിപ്പുകാരെന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പകൽക്കാലങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അവസരങ്ങൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട നാൾ മുതൽ എവിടെ കടന്നു പോയാലും അവിടെയെല്ലാം പ്രസംഗിക്കുക മാത്രമല്ല അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഒരു നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ. ആ പ്രാർത്ഥനകൾ അനേകർക്ക് വിടുതൽ കിട്ടുന്നത്, അനേക അത്ഭുതങ്ങൾ നടക്കുന്നതൊക്കെ എൻ്റെ ശുശ്രൂഷയിൽ കാണുവാൻ തക്കവണ്ണം ദൈവ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. തൻ്റെ കസിൻ ബ്രദറായിരുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞൊരു പ്രസ്താവനയാണല്ലോ ഈ പ്രസ്താവന. അതിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ച് ചിന്തിക്കാൻ പോകുന്നത്. എന്നാൽ ആ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് യോഹന്നാനെ കുറിച്ച് തൊട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. പഴയ നിയമത്തിന്റെ അവസാന പുസ്തകമായ മലാഖിയുടെ പ്രവചനം ദൈവം അടച്ച് മുദ്രയിടുമ്പോൾ വലിയൊരു വാഗ്ദാനത്തോടു കൂടിയാണ് ദൈവം മുദ്രയിട്ടത്. കാരണം ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്, ദൈവം തന്റെ ജനത്തെ അറിയുന്നവനാണ്, ദൈവം തന്റെ ജനത്തെ വേണ്ടി കരുതുന്നവനാണ്. നമുക്കൊക്കെയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മളെ അറിയുകയും നമ്മളെ സ്നേഹിക്കുകയും നമ്മൾക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരുവനാണ് ദൈവം. അത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. അതിന്റെ പൂർണ്ണത ഗ്രഹിപ്പാൻ അല്പം പ്രയാസമാണ്. കാരണം പഴയ നിയമത്തിന്റെ അവസാന നാളുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കടന്നു വന്ന പ്രവാചകന്മാരൊക്കെ ഈ ന്യായവിധിയുടെ സന്ദേശം പറയേണ്ടതായിട്ട് വന്നു. പറയാൻ അവർ ആഗ്രഹിച്ചതല്ല, പറയേണ്ടതായിട്ട് വന്നു. ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം അങ്ങനെ ആയിരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടതായിട്ട് വന്നത്. ഞാൻ അല്പം വചനത്തിലേക്ക് ഇറങ്ങി സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിലേക്ക് വരാം. പ്രവാചന ശുശ്രൂഷകളെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേൽ എന്ന ജാതിയുടെ ആദ്യകാലം മുതൽ തന്നെ പ്രവചന ശുശ്രൂഷയ്ക്ക് അവരുടെ ഇടയിൽ സ്ഥാനമുണ്ടായിരുന്നു. മോശയോട് ദൈവം പറഞ്ഞു, നിന്നെ പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് ഒടുവിൽ എഴുന്നേൽപ്പിച്ചു കൊടുക്കും എന്നാണല്ലോ കർത്താവിനെ കുറിച്ചുള്ള ദർശനമായിട്ട് മോശയോട് പറഞ്ഞത്. അതിലൂടെ തന്നെ ദൈവം വിളിച്ചു പറഞ്ഞത് മോശയെയും ദൈവം ഒരു പ്രവാചകനായിട്ടാണ് കണ്ടിരുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഒരു ജാതിയായിട്ടും ഇസ്രായേലിൽ പുറപ്പെട്ടു പോന്നപ്പോൾ അവരെ നയിച്ച ഒന്നാമത്തെ ലീഡറായ മോശ തുടങ്ങി പ്രവാചകന്മാരായിരുന്നു. പല രാജാക്കന്മാരിലും പ്രവചനാത്മാവ് ഉണ്ടായിരുന്നു നമുക്കറിയാം. ദാവീദ് ആ പ്രവാചകന്മാരെ ദൈവം അയച്ചു. വേദപുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, യെശയ്യാ പ്രവചന പുസ്തകം തൊട്ട് ഇങ്ങോട്ട് പ്രവചന ഭാഗമായിട്ടും പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്തെ മാറ്റി വെച്ചിരിക്കുകയാണ്. യഹൂദന്മാരുടെ ബൈബിൾ ആ ക്രമത്തിലല്ല കിടക്കുന്നത്. അവിടെ കിടക്കട്ടെ, അതിലേക്ക് ഇപ്പോൾ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാൽ ബൈബിൾ ക്രോഡീകരിച്ച പുതിയ നിയമസഭയിലെ ആളുകൾ പ്രവചന യുഗങ്ങളെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് പഴയ നിയമത്തിന്റെ അവസാന ഭാഗത്ത് ഒന്നിച്ച് കോർത്തിണക്കി നമുക്ക് തന്നിട്ടുണ്ട്. ആ പ്രവചനങ്ങളിൽ പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും അധികം വെളിപ്പാടുകൾ കിടക്കുന്ന പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. അങ്ങനെ ഏറ്റവും അധികം വെളിപ്പാടുകൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആ പുസ്തകത്തിൽ കിടക്കുന്നത് കൊണ്ട് പഴയ നിയമത്തിലെ സുവിശേഷം എന്നാണ് യെശയ്യാ പ്രവചനത്തെ ദൈവദാസന്മാരും അല്ലെങ്കിൽ വേദപണ്ഡിതന്മാരും വിളിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവചന ഗ്രന്ഥങ്ങളുടെ വേണ്ടി മാറ്റിവെച്ച ഭാഗത്തിന്റെ ഒന്നാമത്തെ പുസ്തകമായി യെശയ്യാ പ്രവചനം കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം മുഖാന്തരമായി തീർന്നത്.
അത് മുതൽ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മലാക്കി പ്രവചനം വരെയും നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന വിഷയം എന്ന് ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർക്ക് ലഭിച്ച വ്യത്യസ്തമായ അരുളപ്പാടുകളാണ്, വ്യത്യസ്തമായ പ്രവചനങ്ങളാണ്. എന്നാൽ ഇസ്രായേലിയ ജാതിയെ സംബന്ധിച്ചിടത്തോളം പ്രവചന പുസ്തകങ്ങളുടെ പ്രസക്തി അതല്ലായിരുന്നു. മനസ്സിലാക്കാൻ തക്കവണ്ണം ഞാനൊരു നല്ല ഇടയനും ഇവരെന്റെ ആടുകളുമാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ നീ ഒരു ഇടയന്റെ ഭാഗം ഒന്ന് ആക്ട് ചെയ്ത് കാണിക്കാൻ സെഖര്യാവിനോട് ദൈവം ആവശ്യപ്പെട്ടു. ആക്ട് ചെയ്തിട്ട് സെഖര്യാവിനോട് ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഈ തലമുറയിൽ ഇടയനായിട്ട് വിളിക്കുകയാണ്, ഈ ജനത്തിന് മുമ്പാകെ ഒരു ഇടയനായിട്ട് നിർത്താൻ പോവുകയാണ്. എല്ലാ ഇടയന്മാരുടെയും കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, അതിനെ കുറിച്ചൊക്കെ 23-ാം സംഘർഷം തൊട്ട് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എല്ലാ ഇടയന്മാരുടെയും കയ്യിൽ ഒരു വടിയുണ്ട്. എന്നാൽ ദൈവം സെഖര്യാവിനോട് പറഞ്ഞു, എന്റെ സന്ദേശം എന്താണെന്ന് ഇവർ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ തക്കവണ്ണം ഇവരുടെ മുമ്പിൽ നീ ഒരു കാര്യം ചെയ്യാൻ പോവുക. നീ ഒരു വടിയല്ല, നീ 2 വടിയാണ് എടുക്കാൻ പോകുന്നത്. 2 വടി എടുക്കാൻ പോകുക. ഇവർ രണ്ടായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇവരുടെ ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യഹൂദയുടെ ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എഫ്രൈമിന്റെയും ഇടയനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എഫ്രൈം എന്നുള്ള പദപ്രയോഗം നമ്മൾ ബൈബിളിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് അതൊരു ഗോത്രത്തെ കുറിച്ചാണെന്ന്. അതൊരു ഗോത്രത്തെ കുറിച്ചല്ല, അത് വടക്കേ രാജ്യത്തെ മൊത്തമായിട്ടായിരുന്നു. അവിടെ ദൈവം പറഞ്ഞു, തെക്കേ രാജ്യമായ യഹൂദയുടെ ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, വടക്കേ രാജ്യമായ ഇസ്രായേലിന്റെ അല്ലെങ്കിൽ എഫ്രൈമിന്റെ ഇടയനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ രണ്ടായിട്ട് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് 2 വടി നീ കയ്യിലെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് 2 വടി കൂടെ ചേർത്ത് വെച്ച് ഒന്നിച്ച് നീ കെട്ടാൻ പറഞ്ഞു. ഒരു വള്ളി എടുത്ത് കെട്ടി ആ 2 വടി കൂടെ ചേർത്ത് വെച്ച് ഒരു വടിയാക്കണം. എന്നിട്ട് നീ ഒരു വടിയുമായിട്ട് ദേശത്തുടെല്ലാം നടക്കണം. എന്താണ് ഇതൊരു വിചിത്രമായ വടിയാണല്ലോ, ഈ വടിയുടെ പ്രസക്തി എന്താണെന്ന് ആരെങ്കിലും നിന്നോട് ചോദിക്കുമ്പോൾ നീ പറയണം, യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇടയനായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളില്ല. ഭിന്നതകൾ ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. ദൈവം ഒരു ഭിന്നതകളുടെയും പുറകിലില്ല. ആമേൻ. മനുഷ്യൻ കാര്യസാധ്യത്തിന് വേണ്ടി ഭിന്നതകൾ ഉണ്ടാക്കും. നമുക്കറിയാലോ, പ്രാചീന കാലത്ത് നടന്നതാണ്. എന്നാൽ ദൈവം ഒരിക്കലും ഭിന്നതകളുടെ പുറകിലില്ല. ദൈവത്തിന്റെ ഹൃദയം ഏറ്റവും വേദനിപ്പിക്കുന്ന ഒന്നാണത്. അവിടെ ദൈവം പറഞ്ഞു, എന്റെ ഹൃദയത്തിന്റെ വേദന ഇവരൊന്ന് അറിയട്ടെ. എന്റെ ആഗ്രഹം അല്ല ഇവരെങ്കിൽ 2ആയി കിടക്കണമെന്നല്ല, ഇവർ ഒന്നായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം. അതിവർ മനസ്സിലാക്കട്ടെ. അതുകൊണ്ട് നീ വിചിത്രമായി വടിയുമായിട്ട് നടക്കാൻ പറഞ്ഞു. സെഖര്യാവ് അങ്ങനെ നടന്നു. കുറച്ച് കഴിഞ്ഞ് നടന്നപ്പോൾ ആ തലമുറ ജനങ്ങൾ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ജനങ്ങൾ പറഞ്ഞു, നിന്നെ ആര് ഞങ്ങൾക്ക് വേണ്ടി ഇടനായിട്ട് നിയമിച്ചു? ഞങ്ങളാരും നിന്നെ തെരഞ്ഞെടുത്തില്ലല്ലോ. ഇന്നത്തെ പോലെ ഡെമോക്രാറ്റിക് ചിന്താഗതിയിലേക്ക് ഇസ്രായേൽ രാജ്യം വഴുതി വീണുകൊണ്ടിരുന്ന തലമുറയായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ തെരഞ്ഞെടുത്തില്ല ഇടനായിട്ട്, നീ വന്നിരിക്കുകയാണ്, ദൈവം എന്നെ അയച്ചു, ഈ വടി ദൈവം തന്നതാണ്, ഈ വിചിത്രമായ വടി കൊണ്ട് നടക്കാൻ ദൈവം എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നീ രംഗത്ത് വന്നിരിക്കുകയാണ്, ഞങ്ങൾ നിന്നെ തെരഞ്ഞെടുത്തില്ലല്ലോ. ആ ഇടയനെ അവർ തള്ളിക്കളഞ്ഞ സമയത്ത് ദൈവം സെഖര്യാവിനോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അടുത്ത പടി എന്താണെന്ന് പറയാൻ കാണിക്കാൻ പോവുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ തന്നെ ഇവർക്ക് ഞാൻ വെളിപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ്. നീ ഇതേ ജനത്തിന്റെ മുമ്പിലേക്ക് ചെല്ലുക, അവിടെ നേതാക്കന്മാരെ നീ വിളിച്ചു വരുത്തുക. നേതാക്കന്മാരെ വിളിച്ചു വരുത്തിട്ട് അവരോട് നീ ഒരു ചോദ്യം ചോദിക്കാൻ പറഞ്ഞു. ഏതായാലും നിങ്ങൾ എന്നെ കളിയാക്കിയല്ലോ, ഞാൻ ഉപജീവനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്, മറ്റു പണിയൊന്നുമില്ലാതെ ദൈവത്തിന്റെ ഇടയന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നൊക്കെ നിങ്ങൾ കളിയാക്കുന്നുണ്ടല്ലോ. ശരി, ഇത്രയും നാളിൽ ഞാൻ നിങ്ങളുടെ ഇടയനായിട്ട് ദൈവം എന്നെ അയച്ചു, എറിഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. അവിടെ നടക്കുന്ന ഒന്നും എന്താണെന്ന് അറിയാൻ വയ്യാതെ ദൈവം പറഞ്ഞ താൻ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. അതിന്റെ പൂർണ്ണരൂപം മനസ്സിലാകാതെ, ഭാവിയിൽ നടക്കാൻ പോകുന്ന അനേക സംഭവങ്ങളുടെ നിഴലാണ് തന്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ സെഖര്യാവ് പറഞ്ഞത് ദൈവം പറയുന്നത് അതുപോലെ ചെയ്യുകയാണ്. ആ വേദന എടുത്തവൻ എറിഞ്ഞു കളഞ്ഞിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടെ നീ ചെയ്യണം. നീ ചുറ്റിക്കെട്ടി ഒന്നാക്കി തീർത്ത വഴിയുണ്ടല്ലോ, ആ വഴിയെ ചുറ്റിക്കെട്ടിയ ആ വള്ളിയെ തിരിച്ചഴിക്കാൻ പറഞ്ഞു. ആ വള്ളിയെ തിരിച്ചഴിച്ചിട്ട് ആ കമ്പനി 2 നടുക്ക് വെച്ച് ഒടിച്ചു കളയാൻ പറഞ്ഞു. എന്നിട്ട് നീ മുക്കോ, നിന്റെ ഇടയ ശുശ്രൂഷ തീർന്നു. എന്താണെന്ന് അതിന്റെ അർത്ഥം സെഖര്യാവിനപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവ് പറഞ്ഞതിന്റെ അല്ലെങ്കിൽ ദൈവം കാണിച്ചു കൊടുത്തതിന്റെ അർത്ഥം ഇതാണ്, ഞാൻ ഇവരുടെ ഇടയനായി തീരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ സെഖര്യാവേ, നീ ഒരു പ്രതിരൂപാത്മകമായിട്ട് നീ ഒരു ഭാഗം അഭിനയിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടി വരുന്ന യഥാർത്ഥ ഇടയൻ നീ അല്ല. ഒരു യഥാർത്ഥ ഇടയനെ നിന്റെ പിന്നാലെ ഞാൻ അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വന്നൊരിക്കൽ വിളിച്ചു പറയും, ആളുകളുടെ യഥാർത്ഥ ഇടയൻ ഞാനാകുന്നു. അവൻ വന്ന് വിളിച്ചു പറയും. അവൻ വന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് 3.5 വർഷക്കാലം നീ ഈ നാട്ടിൽ കൂടെ കൂടുകയും ഈ വിചിത്രമായ വടിയും പിടിച്ചുകൊണ്ട് നടന്നതുപോലെ അവൻ ഈ നാടിലൂടെ ഒക്കെ നടക്കും. നടന്ന് ദൈവരാജ്യം എന്താണെന്ന് വെളിപ്പെടുത്തി
ദൈവരാജ്യത്തെ ശക്തി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കും. ആളുകളെ ദൈവത്തിലേക്ക് ആകർഷിക്കാൻ അവനെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം അവൻ ചെയ്യും. പക്ഷെ ഒടുവിൽ ആ ഇടയനെ തള്ളിക്കളയും. ആ ഇടയന് ഒരു വില വയ്ക്കും. 30 വെള്ളിക്കാശായിരിക്കും വില. എന്നാൽ ആ 30 വെള്ളിക്കാശ് കൊണ്ട് ആരും ഒന്നും നേടാൻ പോകുന്നില്ല. ആ 30 വെള്ളിക്കാശ് അവസാനം എറിഞ്ഞു കളയപ്പെടും. അങ്ങനെ 30 വെള്ളിക്കാശ് എറിഞ്ഞു കളയപ്പെട്ട് കഴിയുമ്പോൾ ഇവരുടെ ഭാവി സീൽ ചെയ്യപ്പെടാൻ പോവുകയാണ്. എന്താണ് സീൽ ചെയ്യപ്പെടാൻ പോകുന്നത്? ഈ വടികൾ ഒടിയാൻ പോവുകയാണ്. ഇസ്രായേൽ ജാതി ദൈവിക ന്യായവിധിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അതോടെ അതിന്റെ അന്ത്യമാണ്. അതുപോലെയാണ് സംഭവിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മുടെ കർത്താവായ യേശുവിനെ ക്രൂശിക്കാൻ കൊടുക്കണം ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവർ വിധിച്ചത് 30 വെള്ളിക്കാശാണെന്ന് നമുക്കറിയാം. ആ 30 വെള്ളിക്കാശ് പിന്നെ കുശവന്റെ നിലം വാങ്ങിക്കാനുള്ള വിലയായിട്ട് മാറി എന്നൊക്കെ നമുക്കറിയാം. അതവിടെ കിടക്കട്ടെ. അതിനുശേഷം കർത്താവ് പറഞ്ഞ പോലെ പിന്നീട് ഇസ്രായേൽ ജാതിക്ക് ഒരു അവസരം കിട്ടിയില്ല. കിട്ടാതെ AD 70 ആ അത്യുഗ്യമായ ന്യായവിധിയോട് മേൽ വന്നു. തീത്തോസ് രണ്ടാമൻ കൈസർ കടന്നു വന്ന് യേശുവിനെ പട്ടണത്തെ നശിപ്പിക്കുകയും അന്ന് കൊന്നൊഴുക്കിയ യഹൂദന്മാരുടെ രക്തം കുതിരയുടെ കുളമ്പടി ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് ഉയരത്തിൽ യെരൂശലേമിന്റെ നഗരവീതിയിലൂടെ യഹൂദന്മാരുടെ മനുഷ്യരക്തം ഒഴുകി എന്നാണ് ചരിത്രകാരനായ യൂസിഫസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ തലമുറയിൽ കയറ്റിയിറക്കങ്ങളുടെ നടുവിൽ ആത്മീയ ഗോളം കുരുങ്ങിക്കിടക്കുന്ന ഈ തലമുറയിൽ ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ഇന്ന് പകൽക്കാലം ഈ പട്ടണം ഒന്ന് കാതോർത്തിരുന്നെങ്കിൽ, ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇന്ന് പകൽക്കാലം ഈ പട്ടണം ഒന്ന് കാതോർത്തിരുന്നെങ്കിൽ, ഗോസ്പൽ കോമ്പറ്റീഷൻ ഈ പട്ടണത്തിന് മുക്കിൽ മൂലമായി ഇതേ സമയത്ത് ഒരു 25 കൺവെൻഷൻ നടക്കുക. കർത്താവ് എങ്ങനെ എന്നോട് പ്രതികരിക്കുന്നു? ഞാൻ ഇങ്ങനെ വന്ന വഴി ചിന്തിച്ചുകൊണ്ട് വരികയായിരുന്നു. ഈ നാളുകളിൽ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം, ഞാനിപ്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ള മനുഷ്യന്, പക്ഷെങ്കിൽ അതൊക്കെ കളഞ്ഞേച്ച് കർത്താവ് എങ്ങനെ കാര്യങ്ങളെ കാണുന്നത് അതുപോലെ കാര്യങ്ങളെ കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് പണ്ടുണ്ടാകുന്ന പല ചിന്താഗതികൾ ഞാൻ വിട്ടുകളഞ്ഞ് അതുകൊണ്ടാണ് അത് ചിലപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. എന്തുകൊണ്ടങ്ങനെ അദ്ദേഹം ചെയ്തു, അല്ലെങ്കിൽ അതൊക്കെ വിട്ടുകളഞ്ഞു, അല്ലെങ്കിൽ പാർട്ടി ലൈൻ പ്രസംഗിക്കാത്തത് എന്താണെന്നൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നിയേക്കാം. അതവിടെ കിടന്നുകൊണ്ട് എനിക്കത് വിഷയമല്ല. എന്നാൽ കർത്താവ് എങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്ന് അറിയാനൊരു വെമ്പൽ എൻ്റെ ഹൃദയത്തിലുണ്ട്. അതനുസരിച്ച് മുമ്പോട്ട് പോകണം എൻ്റെ ശിഷ്ടായുസ് എന്നാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ പറയട്ടെ, നിമിഷത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇത് ഭാവി ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ദൈവം സെഖര്യാവിനോട് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ടി എഴുതി രേഖയായിട്ട് പിന്നിൽ അവശേഷിപ്പിച്ചെങ്കിലും പിന്നെയും ആ ജനത്തെ സ്നേഹിപ്പാൻ കർത്താവ് മനസ്സുവെച്ചു. എവിടെ പോയാലും ന്യായവിധിയുടെ അധികം സന്ദേശങ്ങൾ ഞാൻ പറയാറില്ല. പറയാത്തത് ദൈവം ന്യായവിധിയെ വിശ്വസിക്കാത്തത് കൊണ്ടല്ല, വിശ്വസിക്കുന്നു, അതിനെ ഭയപ്പെടുന്നു. എന്നാൽ എന്റെ കർത്താവിന്റെ ഹൃദയത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ചും പ്രവചന ഗ്രന്ഥങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാക്കി കഴിഞ്ഞപ്പോൾ, പഴയ നിയമത്തിൽ പോലും ഏറ്റവും പ്രസക്തമായിട്ട് കിടക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് എന്നെനിക്ക് മനസ്സിലായി. ദൈവസ്നേഹം തന്നെ എഴുതി വെച്ചിരിക്കുന്നത് പുതുനിയമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തെ 1 യോഹന്നാന്റെ ലേഖനത്തിലാണെങ്കിലും ദൈവം അതേ പദങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും പ്രവൃത്തികളിലൂടെയും പ്രവചനങ്ങളിലൂടെയും തന്റെ തിരുഹൃദയത്തിന്റെ മുദ്ര, സ്നേഹത്തിന്റെ മുദ്രയാണെന്ന് വളരെ വ്യക്തമായിട്ട് പ്രവചനങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്ന് പ്രവചനങ്ങൾ ശ്രദ്ധിച്ചു പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരം നീങ്ങണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുവാൻ ഞാൻ മുതിരുകയാണ്. എന്റെ യോഗത്തിൽ തന്നെ മടങ്ങിപ്പോകാൻ സാധ്യത ഉണ്ടെന്നും എനിക്കറിയാം. എങ്കിലും ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുവാൻ വീണ്ടും ഞാൻ ദൈവത്തിൽ മുതിരുകയാണ്. അവിടെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മുഖമുദ്ര അതാണ്. ഇവിടെ നോക്കുക, സെഖര്യാവിലൂടെ ദൈവം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്, വ്യക്തമായിട്ട് പറഞ്ഞിട്ട്, യേശുക്രിസ്തുവിനെ ക്രൂശീകരിക്കുന്ന ചിത്രമെല്ലാം മനോഹരമായിട്ട് വരച്ച് കാണിച്ചിട്ട്, ആ പുസ്തകം രേഖയായിട്ട് നമുക്ക് തന്നിട്ട് പിന്നാലെ വന്ന മലാഖിയിലൂടെ വീണ്ടും സ്നേഹത്തിന്റെ പ്രവചനങ്ങളും വന്നു. മലാഖി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചൂള പോലെ കത്തുന്ന ദിവസത്തെ കുറിച്ചാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എനിക്കറിയാം. എന്നാൽ അത് മാത്രമല്ല അവിടെ കിടക്കുന്നത്. മലാഖിയിൽ ദൈവം മഹത്തായ ഒരു പ്രവചനം കൊടുത്തു. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഞാൻ ഒരുവനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അതാണ് നമ്മുടെ വിഷയം. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഞാൻ ഒരുവനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. അവൻ വന്ന് അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളോടും മക്കളുടെ ഹൃദയങ്ങളെ അപ്പന്മാരോടും യഥാസ്ഥാനപ്പെടുത്തും. ഒരു റിസ്റ്റോറേഷന്റെ മിനിസ്ട്രിയുമായിട്ട് ദൈവം ഒരുവനെ അയക്കാൻ പോകുന്നു.
ആ നിബന്ധനത്തിലേക്ക് അയക്കാൻ പോകുന്നത് ന്യായവിധിക്ക് വേണ്ടി ഓൾറെഡി എഴുതി മുദ്രയിട്ട് സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ജനത്തിന്റെ മധ്യത്തിലേക്ക് ദൈവം വീണ്ടും ഒരുവനെ അയക്കാൻ പോവുകയാണ് റിസ്റ്റോറേഷന്റെ സന്ദേശവുമായിട്ട്. വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതങ്ങൾ പുതുക്കി തന്നിരുന്നില്ലെങ്കിൽ നമ്മൾ ആരും ഇവിടെ കാണത്തില്ലായിരുന്നു. മറ്റുള്ളവരെക്കാൾ നമ്മൾ ശ്രേഷ്ഠരായതുകൊണ്ടല്ല, മറ്റുള്ളവരെക്കാൾ ഒരു സ്പിരിച്വൽ ബെൻഡ്, ഒരു ആത്മീയ പരിവേഷം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഭൗതികത്തെക്കാൾ ഉപരിയായി ആത്മീയത്തെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ആത്മീയ വ്യക്തിത്വം നമുക്കുള്ളത് കൊണ്ടല്ല. ദൈവത്തിന്റെ കരുണ വീണ്ടും 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 പുതുക്കി തന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ദൈവസന്നിധി വന്നത്. ഈ ആഴ്ച ഞാൻ വേറൊരു ഭാഗം വായിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലൂടെ പോയ ഒരു ചിന്തയോടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് മുമ്പോട്ട് പോകട്ടെ. അതെന്തെന്ന് ചോദിച്ചാൽ, ഏത് കുഞ്ഞും ജനിക്കുന്നതിന് പിറകിൽ ആരെങ്കിലും പ്രസവവേദന അനുഭവിക്കണം. പ്രസവവേദന അനുഭവിക്കാൻ ആളില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പിറക്കാൻ പോകുന്നില്ല. ഭൗതിക ലോകത്തിൽ അത് യാഥാർത്ഥ്യമാണെങ്കിൽ ആത്മീയ ലോകത്തിലും അതുപോലെ തന്നെ അത് യാഥാർത്ഥ്യമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മൾ പലപ്പോഴും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ആത്മീയ നേട്ടങ്ങളുടെ പട്ടികൾ നമ്മൾ നിരത്തി വെക്കുമ്പോൾ, പലപ്പോഴും ആദ്യകാലം മറന്നു പോകാൻ വളരെ എളുപ്പമുണ്ട്. ആരോ നിനക്ക് വേണ്ടി വില കൊടുത്തു, അതുകൊണ്ടാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് ജനിച്ചത്. ആരോ നിനക്ക് വേണ്ടി പ്രസവ വേദനപ്പെട്ടു, അതുകൊണ്ടാണ് നീ ദൈവത്തിന്റെ രാജ്യത്തിൽ ജനിച്ചത്. നിന്റെ മാതാവായിരിക്കാം, ഒരുവേള നിന്റെ പിതാവായിരിക്കാം, ഒരുവേള നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കാം, ഒരുവേള നീ പഠിക്കാൻ പോകുന്ന നിന്റെ കൂട്ടുകാരായിരിക്കാം. നിന്റെ വഴിപിടിച്ച നിന്റെ കോളേജ് ജീവിതം കണ്ടുകൊണ്ട് മനസ്സും എടുത്ത് എന്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവനം പ്രചോദിപ്പിച്ചത് കൊണ്ട് ആരും അറിയാതെ നിനക്ക് വേണ്ടി വേറെ മുറികളിൽ പോയിരുന്ന് കരഞ്ഞ നിന്റെ കൂട്ടുകാരായിരിക്കാം. ഒരുവേള നിനക്ക് വേണ്ടി യാതൊരു ബന്ധവുമില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ ആത്മാവ് തട്ടി ഉണർത്തിയ ആത്മാവിന്റെ തുടിപ്പുള്ള ഏതോ വ്യക്തി ജീവിതങ്ങളായിരിക്കാം. പക്ഷെ ആരോ വില കൊടുത്തു എന്ന് ഉറപ്പാണ്, ആരോ വില കൊടുത്തു എന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ ഈ 12 പേരിൽ കാണുകയില്ലായിരുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അത് വിളിച്ചു പറഞ്ഞത്, ഞാൻ ക്രിസ്തു നിങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടി പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ സഹോദരങ്ങളെ. ആവർത്തിച്ച് പ്രസവ വേദന വെച്ച വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ് ആത്മീയ അർത്ഥത്തിൽ. കാരണം വീണ്ടും വീണ്ടും ആത്മാക്കൾ ജനിക്കണം. അത് മാത്രമായിരുന്നു ജീവിതത്തിന്റെ ആഗ്രഹം, അത് മാത്രമായിരുന്നു ജീവിതത്തിന്റെ ദാഹം, അത് മാത്രമായിരുന്നു ജീവിതത്തിന്റെ ആവേശം. ഒന്നല്ല, രണ്ടല്ല, 100 അല്ല, ആയിരക്കണക്കിന് ആത്മാക്കൾ ജനിക്കും. ആയിരക്കണക്കിന് ആത്മാക്കൾ ഈ തിരുവല്ല പട്ടണത്തിൽ ജനിക്കും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ ദൈവം മുൻകണ്ട സകലരെയും കൂട്ടിച്ചേർക്കുവാൻ ഇന്ന് ദൈവത്തിന്റെ മനസ്സാണ്. എന്നാൽ പ്രസവവേദന പോലുള്ള വേദനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ വീണ്ടും കിടന്ന് കരയുവാൻ ദൈവം ഇന്ന് പകൽക്കാലം ചിലരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്റെ ജനത്തിന് വേണ്ടി കണ്ണതിൽ ഒഴുക്കുവാൻ എന്റെ നിലച്ചോറ് ജലതടാകമായി മാറിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു താല്പര്യപ്പെടുന്ന ആളുകളെ ഇന്ന് കുറെ കാലം ദൈവം നോക്കുന്നു. Victory in the name of Jesus. ശ്രദ്ധിക്കണേ, ദൈവപ്പെട്ടവരിൽ അനേകരെ ഇന്ന് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ മദ്യപാനിയാണല്ലോ അവനിങ്ങനെ നശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്ന പലരെ ഇന്ന് പോലെ കാലം യേശു സ്നേഹിക്കുന്നുണ്ട്. മയക്കുമരുന്നടിച്ച് ഇറോടെയൊക്കെ പരിസരബോധം നഷ്ടപ്പെട്ട് നടക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ ഈ നല്ല കുടുംബത്തിലെ കുഞ്ഞിന് ഇങ്ങനെ പറ്റിയല്ലോ എന്നായിരിക്കാം നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത. എന്നാൽ യേശു അവരെ സ്നേഹിക്കുന്നുണ്ട്. അവരെ ദൈവരാജ്യത്തിനുള്ളിൽ കൊണ്ടുവരുവാൻ കരയാൻ ആരുണ്ടെന്നുള്ളതാണ് വിഷയം. വില കൊടുക്കുവാൻ ആരുണ്ട് എന്നുള്ളതാണ് വിഷയം. വില കൊടുക്കാൻ നാം മുമ്പോട്ട് വന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. ജാതിയും തള്ളിക്കളഞ്ഞില്ല,
അവസാന പുസ്തകമായ മലാഖിയുടെ പുസ്തകത്തിൽ ദൈവം പറഞ്ഞു, ഞാനൊരുവനെ വീണ്ടും അയക്കാൻ പോവുകയാണ്. ഏലിയാവിന്റെ ആത്മാവോടുകൂടെ ഞാൻ അവനെ അയക്കും. അവന്റെ മിനിസ്ട്രി ഒരു റിസ്റ്റോറേഷൻ മിനിസ്ട്രി ആയിരിക്കും ദൈവം അന്ന് പറഞ്ഞു. അതിന്റെ പൂർണ്ണ രൂപം ദൈവം വെളിപ്പെടുത്തിയ ലൂക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലാണ്. ഞാൻ അവിടേക്ക് ഇപ്പോൾ കിടക്കുകയില്ല, ഒടുവിൽ പ്രാർത്ഥിക്കാൻ സമയം എടുക്കണമെന്നതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മെസ്സേജ് പറഞ്ഞു തീർക്കട്ടെ. ലൂക്കോസിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ജനത്തെക്കുറിച്ച് ദൈവദൂതനായ ഗബ്രിയേൽ ഇറങ്ങി വന്ന് സംസാരിക്കുമ്പോൾ 6 കൂട്ടം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അവിടെ സംസാരിച്ചു. 6 കൂട്ടം കാര്യങ്ങൾ, 6 വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ ഈ വരുന്ന പൈതലിന്റെ മേൽ ഉണ്ടായിരിക്കും എന്ന് ദൈവം എന്നോട് പറഞ്ഞു. അതിൽ ഒന്നാമത് പറഞ്ഞത്, അവൻ എൻ്റെ നാമത്തിൽ വലിയവനാകുമെന്ന്. ശ്രദ്ധിക്കണേ, ദൈവം ആരെങ്കിലും ശുശ്രൂഷ വളർത്തുമ്പോഴൊക്കെ ദൈവം ഇത് അസൂയപ്പെടരുത്. അസൂയപ്പെടുന്നതുകൊണ്ട് യാതൊരു അർത്ഥമില്ല. കാരണം ദൈവം മുൻകണ്ടവരാരും പരാജയപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പരാജയപ്പെടുവാൻ വേണ്ടി ദൈവം ആരെയും വിളിക്കുന്നില്ല. വിളിച്ച സകലരെയും വിജയിക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു, ഇവൻ വലിയവനാകും. പിന്നെ മലാഖിലൂടെ പറഞ്ഞ പല പ്രവചനങ്ങൾ ആവർത്തിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആ ശുശ്രൂഷയൊക്കെ നടന്നാണ്. ലൂക്കോസിന്റെ സുവിശേഷവും 3-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം നടക്കുമ്പോൾ നമുക്ക് കാണാം പ്രവചന നിവൃത്തിയാണെന്നവണ്ണം യഹൂദന്മാർ മാത്രമല്ല, യഹൂദന്മാരുടെ റിസ്റ്റോറേഷന് വേണ്ടിയാണ് ദൈവം യോഹന്നാനെ അയച്ചത്. അത് യോഹന്നാൻ ചെയ്തു. അനേക യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് കടന്നു വന്ന് തന്റെ കൈയാൽ സ്നാനമേറ്റു ദൈവരാജ്യത്തിന് വേണ്ടി ഒരുങ്ങി. അതിലേക്ക് ഞാൻ വരികയാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് പുറജാതികൾ പോലും, ഈവൻ റോമൻ പട്ടാളക്കാർ പോലും വന്ന് തന്നോട്, ഞങ്ങൾ എന്ത് ചെയ്യണം, നീ ഒരു വരാനിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് നീ പ്രസംഗിക്കുന്നുവല്ലോ, അത് കടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അവന്റെ നിബന്ധമായിട്ട് മത്തായി സുവിശേഷം 3-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കൊണ്ട് കഴിയും. നമുക്ക് ദൈവം പ്രവചിച്ചതിനും ദൈവ പ്രവചന വാഗ്ദത്തമായിട്ട് പറഞ്ഞതിനും അപ്പുറമായിട്ട് ദൈവനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാണ് എനിക്ക് പറയാനുള്ള മറുപടി. ഇന്നത്തെ വേദപണ്ഡിതന്മാർ, ലോകത്തിലെ ആളുകളൊക്കെ പറയുന്നത് അങ്ങനെയല്ല. അവർ പറയുന്നു യോഹന്നാന്റെ കീഴിൽ ആണ് യേശു പഠിച്ചതെന്നും യോഹന്നാൻ വസിച്ച കുമ്രാൻ ഗുഹയ്ക്കകത്ത് യേശു പോയി അന്തേവാസിയായിരുന്നെന്നും അവിടുന്ന് യോഹന്നാനിൽ നിന്ന് കിട്ടി പഠിച്ച പാഠങ്ങളാണ് പിന്നെ യേശു പ്രസംഗിച്ചെന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അതൊന്നും വേദപുസ്തകം പ്രകാരം ശരിയല്ല. കാരണം യോഹന്നാൻ വളർന്ന ഒരു നാട്ടിലും യേശു വളർന്ന വേറൊരു നാട്ടിലുമാണ്. യേശു വളർന്ന നസറേത്ത് എന്ന ഗ്രാമത്തിലാണ്. അത് തമ്മിൽ അനേകം മൈലുകൾ അന്തരമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ തന്നെ വിളിച്ചു പറഞ്ഞു. കാരണം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് 1-ാം അധ്യായത്തിൽ ഒടുവിൽ നമ്മളോട് പറയുന്നു, എന്നെ സ്നാനപ്പെടുത്തുവാൻ അയച്ചവൻ എനിക്കൊരു അടയാളം തന്നാണ് അയച്ചത്. എന്റെ പിന്നാലെ ഒരുവൻ വരുന്നെന്ന് എനിക്കറിയാമായിരുന്നു. അവന്റെ ചെരുപ്പ് വാറുകൾ അയക്കാൻ ഞാൻ യോഗ്യനൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞെങ്കിലും ആരെ കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ എന്നെ അയച്ചവൻ എനിക്കൊരു അടയാളം തന്നിരുന്നു. ആര് വെള്ളത്തിൽ സ്നാനമേൽക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങുന്നത് നീ കാണുമോ, അവൻ എത്രയത് എന്നൊരു അടയാളം തന്നാണ് എന്നെ അയച്ചത്. ആ അടയാളം ഞാൻ കണ്ടു. യേശുക്രിസ്തു സ്നാനമേറ്റ് കഴിഞ്ഞപ്പോൾ അത് നടക്കുന്നത് ഞാൻ കണ്ടു. അത് കണ്ടതുകൊണ്ടാണ് പിറ്റേ ദിവസം യേശു അതിലൂടെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ ശിഷ്യന്മാരോട് നിൽക്കുന്നതിന്റെ മുമ്പിലൂടെ യേശു ഇങ്ങനെ കടന്നു പോകുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുവരെ പറഞ്ഞില്ല. ഉറപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഏതല്ല അത് കിടക്കട്ടെ. അങ്ങനെ അവർ തമ്മിൽ പിന്നീട് ബന്ധമുണ്ടായെന്ന് മാത്രമല്ല, യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ യോഹന്നാൻ പിന്നീട് സംശയിച്ചതൊക്കെ നമുക്കറിയാം മാനുഷികമായ അർത്ഥത്തിൽ. കാരണം യോഹന്നാൻ പ്രതീക്ഷിച്ചത് അക്ഷരീയമായ രാജ്യസ്ഥാപനമായിരുന്നു. അക്ഷരീയമായ രാജ്യസ്ഥാപനത്തിന് വേണ്ടി കർത്താവ് മുദ്രായിരുന്നപ്പോൾ അവന്റെ പോലും വിശ്വാസത്തിന് ചഞ്ചലമുണ്ടായി എന്നൊക്കെ നമ്മൾ കാണുന്നു. അതവിടെ കിടക്കട്ടെ. ഇത്രയൊക്കെ ബാക്കിലോട്ടായിട്ട് പറഞ്ഞിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിലേക്ക് ഓടി വരട്ടെ. വീട് ശുശ്രൂഷ വേണ്ടെന്ന് വെച്ചിട്ട് അവൻ മരുഭൂമിയിലേക്ക് പോയി. അവന്റെ ഉള്ളിൽ തിക്കിത്തിറക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രചോദന പ്രകാരം എന്താണ് ദൈവം എന്നെ കുറിച്ച് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ മരുഭൂമിയിലേക്ക് പോയി. പൗലോഹിത്യ ശുശ്രൂഷ ഏറ്റെടുത്തില്ല. അതാണ് ഒന്നാമതായിട്ടല്ല, തിരിച്ചു വന്നത് പ്രവാചകനായിട്ടാണ്. അപ്പോൾ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യേണ്ടവൻ ചെയ്തത് പൗരോഹിത്യ ശുശ്രൂഷയല്ല, പ്രവചന ശുശ്രൂഷയാണ് ചെയ്തത്. അതായിരുന്നു ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇവൻ തിരിച്ചു വന്നപ്പോൾ ഇവൻ ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി മാനസാന്തരപ്പെടുകയും എന്നുള്ള വലിയ സന്ദേശവുമായിട്ടാണ് കടന്നു വന്ന് മാനസാന്തരപ്പെടാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് ചോദിച്ചാൽ, കർത്താവിന്റെ രാജ്യം വരുന്നു, ആ രാജ്യത്തിന് വേണ്ടി വഴിയൊരുക്കുവാൻ അവൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ആ കാലങ്ങളിൽ റോമ ചക്രവർത്തിമാർ ഒരു ദേശത്തൂടെ കടന്നു പോകുന്നെന്ന് കേട്ടാൽ ആ ദേശക്കാരന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരുങ്ങണമെന്ന് നിയമം ഉണ്ടായിരുന്നു. ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട്, വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ട് പറഞ്ഞു വിടാം, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി. ആ ഒരുക്കത്തിന്റെ ഭാഗമായിട്ട് ഒരു പുതിയ ഹൈവേ അവർ വെട്ടിത്തെളിക്കുമായിരുന്നു. പഴയ കുണ്ടുകുഴികൾ നിറഞ്ഞ ചടുക്കൻ റോഡിലൂടെ ചക്രവർത്തിയുടെ പല്ലക്ക് പോകാതെ ചക്രവർത്തി വരുമ്പോൾ സുഗമമായിട്ട് യാത്ര ചെയ്യത്തക്ക രീതിയിൽ ഒരു പുത്തൻ ഹൈവേ അവർ വെട്ടി തുറക്കുമായിരുന്നു. ആ പുതിയ ഹൈവേയിലൂടെയാണ്
വരുമ്പോഴാണ് റോമ ചക്രവർത്തി ആ ദേശം കാണാൻ തക്കോണം വരുന്നത്. അല്ലെങ്കിൽ റോമ ചക്രവർത്തിയുടെ പ്രതിനിധികൾ വന്നാൽ പോലും അവരങ്ങനെ ചെയ്യുമായിരുന്നു. ആരാണ് വരുന്നതിനനുസരിച്ച് അതിൽ മോടി കൂട്ടുന്നതിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നന്നായിട്ട് അറിയാവുന്ന ഒരു തലമുറയോടാണ് യോഹന്നാൻ വന്ന് പറഞ്ഞത്, വഴിയൊരുക്കുവിൻ. വഴിയൊരുക്കുവിൻ. എന്തിനു വേണ്ടി വഴിയൊരുക്കണം? ഇതിലെവിടെ വരുന്നത്? റോമ ചക്രവർത്തിക്ക് വേണ്ടി വഴിയൊരുക്കാനല്ല പറഞ്ഞത്. എന്റെ പിന്നാലെ ഒരു വരുന്നു, നിങ്ങളുടെ രാജാവ് വരുന്നു, നിങ്ങളുടെ രാജാവ് വരുന്നു, നിങ്ങളുടെ രാജാവ് വരുന്നതുകൊണ്ട് അവനെ സ്വീകരിപ്പാൻ, അവന്റെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ വഴിയൊരുക്കാൻ പറഞ്ഞു. റോമ ചക്രവർത്തി വരുന്നതിന് വേണ്ടി വഴിയൊരുക്കുന്നത് നാട്ടിൻപുറത്തൂടെയാണെങ്കിൽ, ആത്മീയ ചക്രവർത്തിയായി വരുന്ന കർത്താവായ യേശുവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം വഴിയൊരുക്കേണ്ടത് നാട്ടിൻപുറത്തല്ല, ഹൃദയങ്ങളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ ഒരു പുതിയ പാത വെട്ടി തുറക്കുവിൻ എന്നാണ് യോഹന്നാൻ അവരോട് ആവശ്യപ്പെട്ടത്. ജനങ്ങൾക്ക് സന്ദേശം മനസ്സിലായതുകൊണ്ട് അവർ ഓടി വന്നു. എങ്ങനെയാണ് ഈ പാത വെട്ടി തുറക്കേണ്ടത്? പാപങ്ങൾ ഏറ്റു പറയാൻ പറഞ്ഞു. കർത്താവായ യേശുവിനെ ഉള്ളിൽ കൈക്കൊള്ളുവാൻ അന്നും ഒരു മാർഗമേ ഉള്ളായിരുന്നു, ഇന്നും ഒരു മാർഗമേ ഉള്ളൂ. അത് നിന്റെ പാപങ്ങളെ നീ ഏറ്റു പറയുകയാണ്. നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറഞ്ഞാൽ അവൻ സമ്പൂർണ്ണമായി നിന്റെ പാപങ്ങളെ ക്ഷമിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ക്ഷമിക്കുവാൻ ശക്തനായി ഇന്ന് പകൽക്കാലവും ഈ പന്തലിന്റെ കീഴിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെടുന്നവരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു. അവിടെയാണ് ബലാത്കാരം കിടക്കുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറയും. സ്നാനം എന്നുള്ള പ്രക്രിയ യഹൂദജാതിക്ക് അറിവില്ലാത്തതല്ലായിരുന്നു, യഹൂദജാതിക്ക് അറിയാമായിരുന്നു. കാരണം നമുക്കറിയാമല്ലോ, ന്യായപ്രമാണ കാലം മുതൽ തന്നെ, സമാഗമന കൂടാരം പണിതപ്പോൾ മുതൽ തന്നെ അതിനകത്തൊരു തൊട്ടി ഉണ്ടായിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരുന്നത് കൈകാലം ഒക്കെ കഴുകിയിട്ട് വേണം അവിടെ പ്രവേശിക്കാൻ. പിന്നെ അതുപോലെ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പ്രത്യേകമായ സെറിമോണിയൽ വാഷിങ്സ് ഉണ്ട്. അപ്പൊ സെറിമോണിയൽ വാഷിങ്സ് ഒക്കെ യഹൂദജാതിക്ക് ന്യായപ്രമാണം കിട്ടിയ കാലം, മോശയുടെ കാലം തൊട്ടേ അറിയാവുന്നതാണ്. വരാനിരിക്കുന്ന രാജ്യത്തിന് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി ഒരുക്കത്തോളം ഹൃദയത്തോടുകൂടി മടക്കി അയച്ചു. അതാണ് ആ അർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന സ്നാനവും യോഹന്നാന്റെ സ്നാനവും തമ്മിൽ വളരെ സാമ്യമുണ്ട്. അതൊക്കെ കിടക്കട്ടെ. സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കാനല്ല ഞാൻ ഇപ്പോൾ വന്നത്. ബലാത്കാരം കിടക്കുന്നത് എവിടെയാണ്? യഹൂദന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല, യോഹന്നാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം യോഹന്നാനെ പിടിച്ച് തടവിലയക്കുമ്പോൾ യഹൂദന്മാരെല്ലാവരും സന്തോഷിച്ചു. ഒരു വലിയ തലവേദന ഒഴിഞ്ഞു പോയല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ ചെയ്തത് അവരുടെ സിസ്റ്റപ്രകാരമല്ല, ബലാത്കാരേണ കയറി ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ യഹൂദ മത നേതൃത്വത്തിന് യോഹന്നാനോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് ചോദിച്ചാൽ, നീ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവനല്ലേ? പുരോഹിത കുടുംബത്തിൽ ജനിച്ചവ എന്നുള്ള നിലയിൽ നിനക്ക് ഇവിടെ വന്ന് ഈ കുപ്പായിട്ടോട് നീ സ്നാനപ്പെടുത്തിക്കും. വായുടെ ഞങ്ങളുടെ കൂടെ ആദ്യം കുപ്പായിട്ട് കഴിഞ്ഞ് നിന്നെ സ്നാനപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കാം. യോഹന്നാൻ പറഞ്ഞു, എനിക്ക് കുപ്പായം വേണ്ട, എന്നെ കുപ്പായം എടുക്കാൻ ദൈവം അയച്ചിട്ടില്ല. ഒട്ടക രോമം ചുറ്റി എടുത്ത് കയ്യിലിടേണ്ട ഒരു വടിയും പിടിച്ചുകൊണ്ട് ഞാൻ നടന്നുള്ള ദൈവം എന്നെ പ്രവാചകനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. കുപ്പായം നിഷേധിച്ചു. കുപ്പായത്തെ നിഷേധിച്ചെങ്കിൽ നിനക്ക് സ്നാനപ്പെടുത്താൻ എന്താ അവകാശം? ഇതായിരുന്നു യഹൂദജാതിക്ക് അവനോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, സ്നാനപ്പെടുത്തുവാൻ ഇവിടെ സ്ഥലമുണ്ട്, സ്നാനത്തൊട്ടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കോരി ഒഴിക്കാൻ, വെള്ളം കോരി ഒഴിക്കാൻ സ്നാനവസ്ത്രം അണിഞ്ഞുകൊണ്ട് തയ്യാറായിട്ട് ഇവിടെ ആളുകൾ നിൽപ്പുണ്ടല്ലോ. അവരിവിടെ വന്ന് സ്നാനപ്പെടട്ടെ. ഇവരെ അവിടെ കൊണ്ടുപോയി കലക്ക വെള്ളത്തിൽ മുക്കാൻ നിന്നോട് ആര് പറഞ്ഞു? അതാണ് രണ്ടാമത്തെ ചോദ്യം. അവർക്ക് ചോദിക്കാനുള്ള രണ്ടാമത്തെ ചോദ്യം. കേൾക്കണോ? യോഹന്നാൻ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ സമയം വേസ്റ്റ് ചെയ്തില്ല. കാരണം അവന്റെ ഉള്ളിൽ നിന്ന് തുടിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിനക്കൊരു അല്പകാല ശുശ്രൂഷയേ ഉള്ളൂ. നീ ഒരുവന് വേണ്ടി വഴിയൊരുക്കാൻ വന്നതാ. എത്രയും വേഗം വഴിയൊരുക്കി കഴിയുമ്പോൾ നീ രംഗത്തുനിന്ന് മാറ്റപ്പെടാൻ പോവുക. ആ ഇവരോടൊന്നും വേസ്റ്റ് സംസാരിച്ച് നീ സമയം കളയണ്ട. ചെയ്തോ, നിന്നെ ഏൽപ്പിച്ച വേല ചെയ്തോ. വാദപ്രതിവാദങ്ങൾ ഒരുപാട് നടക്കുന്ന ഈ തലമുറയിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ വിലയേറിയ സമയങ്ങളെ വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി പാഴാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എത്രയും വേഗം നീ തികച്ചെടുക്കണം. ഒരു ധൃതഗതി നിന്റെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം. എനിക്കൊരു നിമിഷം പോലും അപമാനിക്കുവാൻ സാധ്യമല്ല, ഒരു നിമിഷം പോലും പാഴാക്കി കളയുക ഇല്ല എന്നുള്ള ഉൾബോധത്തോടുകൂടെ ദൈവത്തിന്റെ വേല നമ്മൾ ചെയ്യാൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യജമാനൻ വരുമ്പോൾ യോഹന്നാൻ ശ്രദ്ധിക്കുക, യോഹന്നാൻ നമുക്കൊരു മാതൃക കാണിച്ചാ പോയത്. മാതൃക കാണിച്ചിട്ട് പോയി. കർത്താവ് അതൊരൊറ്റപ്പെട്ട സംഭവമായിട്ടല്ല എന്നെ ചിത്രീകരിച്ചത്. കർത്താവ് പറഞ്ഞു, ബലാത്കാരേണ ചിലർക്ക്
ദൈവരാജ്യത്തെ കീഴടക്കാൻ കഴിയുമെന്ന് യോഹന്നാൻ തെളിയിച്ചിട്ടുണ്ട് എന്നാണ്. അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് ബൈബിൾ പല ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ പല രീതിയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും നമുക്ക് മനസ്സിലാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ട്. ആംപ്ലിഫൈഡ് ബൈബിൾ എന്ന് പറഞ്ഞൊരു ബൈബിൾ ഇംഗ്ലീഷിലുണ്ട്. അത് കുറച്ചുകൂടെ വിശദീകരിച്ചിരുന്ന ഒരു ബൈബിളാണ്. ആ ബൈബിൾ എഴുതിയിരിക്കുന്നത്, ആ പദത്തിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അടങ്ങാത്ത തൃഷ്ണയോടുകൂടെ ഞാൻ എന്തിനു വേണ്ടി ദൈവരാജ്യത്തിൽ നിന്ന് എന്ത് കാംക്ഷിക്കുന്നു, ദൈവത്തിൽ എന്ത് കാംക്ഷിക്കുന്നു, അത് കിട്ടുന്നത് വരെ ഞാൻ പിന്മാറുകയില്ലെന്നുള്ള അടങ്ങാത്ത തൃഷ്ണയോടുകൂടെ പിടിച്ചെടുക്കുന്ന പോലെ, ബലം പിടിച്ചെടുക്കുന്നത് പോലെ വിഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും നേടിയെടുക്കുന്ന ഒരു ജനത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്നാണ്. ഇതാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേവദാസന്മാരായ ഞങ്ങള് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. അതിൽ ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നത്, ടൈം നമുക്ക് പ്രഷ്യസ് ആണല്ലോ. നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ ഒക്കത്തുള്ളൂ. ഞാൻ എന്തിനാണ് പറഞ്ഞെന്നറിയാമോ? ഞങ്ങളെപ്പോലുള്ളവരെ ദൈവം അയക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്ന നല്ല നിശ്ചയമുണ്ട്. അല്ലെങ്കിൽ വരത്തില്ലല്ലോ. ഇത്രയും പണം മുടക്കി അമേരിക്കയിൽ നിന്ന് വേണ്ട ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കളഞ്ഞേച്ച് പ്ലെയിനിലേക്ക് എടുത്തുകൊണ്ട് വേണ്ട ആവശ്യമുണ്ട്. ഇന്ന് എനിക്കൊരു വേദി ഒന്നും കിട്ടേണ്ടി വലിയ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വേദികൾ ഞങ്ങൾ ഓൾറെഡി പ്രസംഗിച്ച് കഴിഞ്ഞ് വയ്ക്കുക. അപ്പോൾ വേദി തേടിയൊന്നും നടക്കുകയൊന്നുമല്ല. പിന്നെ ദൈവം ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. ഒരു തലമുറയ്ക്ക് വേണ്ടി ഇടവിൽ നിൽപ്പോൾ ദൈവം വിളിച്ചതാണെന്നൊരു അകത്തൊരു ബോധം കിടക്കുന്നത്. അതിങ്ങനെ കിടന്ന് തിളയ്ക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കെ ചെയ്ത് മടങ്ങി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ ദൈവം ഫലമേൽപ്പിച്ച് നിങ്ങളുടെ സഭയിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെയാണ്. അത് പറയാൻ വേണ്ടി ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഡോണ്ട് ലുക്ക് ഡൗൺ അപ്പോൺ ദം. അവരെ താഴോട്ട് കുനിഞ്ഞു നോക്കല്ല. നിങ്ങളൊന്ന് മേളിൽ സ്വഭാവത്തിനുണ്ട് ഞങ്ങളുടെ ദാസൻ എന്നുള്ള രീതിയിൽ അവരെ കാണല്ലേ. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് എനിക്കല്ല അറിയാവുന്ന, അവർക്ക് അറിയാവുന്നത്. നിങ്ങളോട് പറയാതെ രാത്രിയുടെ യാമത്തിൽ എഴുന്നേറ്റ് കാര്യങ്ങൾ അവരാ. ഞാനല്ല പോകും. ഞാൻ അടുത്ത സ്റ്റേജിൽ പ്രസംഗിക്കാൻ അന്നേരം. പക്ഷെ ഇദ്ദേഹം പുറകിൽ ഇരുന്നുകൊണ്ട് കരയുക, അന്നേരം ദിവസവും കരയുക. അവരെ നിങ്ങൾ മാനിക്കണം, പഠിക്കണം. അവരെ നിങ്ങൾ ഉയർത്താൻ പഠിക്കണം. അവർ കൊടുക്കേണ്ടുന്ന മാന്യത കൊടുക്കാൻ പഠിക്കണം. മാത്രമല്ല അവർക്ക് കർത്താവ് കൂടുതൽ വെളിപ്പാടുകളും ദർശനം കൊടുക്കണമെന്നും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടുന്ന സകലതും അവർ ദൈവം ഫലമേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശ്രയിച്ചിരിക്കുന്നത് എന്നെയും അല്ല, അവരെയും അല്ല, നിങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. ഇന്ന് പോൽക്കാലം പല ആവശ്യങ്ങളോട് കടന്നു പോകുന്നവരോട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങളുടെ ആവശ്യബോധം എങ്ങനെയുണ്ട്? ബലാത്കാരേണ ഇന്ന് പോൽക്കാലം ദൈവസംഘം എന്ന് ചിലർ പിടിച്ചു വാങ്ങിക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? അത് സാധിക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ കാണിച്ചു. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ വെളുമ്പറമ്പിൽ കാട്ടുപ്രദേശത്ത് കലക്കവെള്ളത്തിൽ സ്നാനം നടത്തിക്കൊണ്ടിരുന്നത്തേക്കാണല്ലോ ദൈവം തന്റെ ഏകജാതന പുത്രനെ അയച്ചത്. അവനെ ശുശ്രൂഷയ്ക്ക് എന്നേക്കുമായിട്ട് മാന്യത കൊടുത്ത് അതിന്റെ സ്വർഗരാജ്യത്തിലെ ആ കഥയുടെ ഭാഗമാക്കി അവന്റെ ശുശ്രൂഷയെ മാറ്റിയത്, ദൈവം മുദ്രയിട്ട് മാറ്റിയത് അവിടെ അവൻ ചെന്ന ബലാത്കാരം അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ശ്രദ്ധിക്കുന്ന പോൽക്കാലം ബലാത്കാരം ചിലർ പ്രാപിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. വളരെ വേഗത്തിൽ ഞാൻ 2-3 ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ യോഹന്നാനെ ദൈവം അയക്കുമെന്ന് പറഞ്ഞത് ഏലിയാവിന്റെ ആത്മാവോടുകൂടെ അയക്കുമെന്നാണല്ലോ പറഞ്ഞത്. ആദ്യമായിട്ട് വേദപുസ്തകത്തിന്റെ താളുകളിൽ ആ കാര്യം ചെയ്തത് ഏലിയാവ് തന്നെയാണ്. ഏലിയാവിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഏലിയാവ് ഗിലെയാദ് എന്ന് പറയുന്ന കാട്ടുപ്രദേശത്തു നിന്നുള്ള കാട്ടുമനുഷ്യനായിരുന്നു. ഒരു മനുഷ്യനായിരുന്നു, സാധാരണക്കാരനായ ഒരു ഗ്രാമീണനായ മനുഷ്യൻ. എന്നാൽ ആ തലമുറയിൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് തോന്നിയ അദ്ദേഹം സ്വയമായിട്ട് ആ ഉത്തരവാദിത്തം കയ്യിലെടുത്തു. തനിക്ക് ലഭ്യമായിരുന്ന പരിമിതമായ വേദപുസ്തക ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ ജാതിയോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്ന് എന്റെ പ്രമാണങ്ങളെ വിട്ട് മാറിപ്പോകുമോ അന്ന് ഞാൻ നിങ്ങളുടെ തലയ്ക്ക് മീതെ ആകാശത്തെ ചെമ്പാക്കി മാറ്റും. ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് ലഭിക്കാതെ വെള്ളത്തെ ഞാൻ അടച്ചു കളയുമെന്ന് ആവർത്തന പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയ ആ ദൈവത്തിന്റെ വാക്കുകളെ ഒരു വാഗ്ദത്തമായിട്ട് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്, ദൈവം നീ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടിയിട്ട്, ഗിലെയാദിൽ നിന്ന് ഒരു ഓട്ടം ഓടിയിട്ട് ചെന്ന് നിന്നത് ആഹാബിന്റെ കൊട്ടാരത്തിൽ, ആഹാബിന്റെ സിംഹാസന മുമ്പിലാണ്. സിംഹാസന മുമ്പിൽ നിൽക്കാൻ യോഗ്യനായതുകൊണ്ടല്ല, സിംഹാസന മുമ്പിൽ നിൽക്കാൻ കൊള്ളുന്ന വസ്ത്രം ഉണ്ടായിട്ടല്ല, സിംഹാസന മുമ്പിൽ തിരുമുൽ കാഴ്ച നടക്കാൻ തക്കവണ്ണം ഉള്ള വിദ്യാഭ്യാസം ഉണ്ടായിട്ടല്ല, പ്രാമാണികത്വം ഉണ്ടായിട്ടല്ല, അറിയപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടല്ല, പിന്നെയോ ബലാത്കാരേണ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പിടിച്ചു വാങ്ങിക്കാമെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ ഉറപ്പ് വാങ്ങിച്ചത് കൊണ്ട് അവൻ ചെന്ന് പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിക്കണം,
ബലാത്കാരം വിഷയം കിടക്കുന്നത് എവിടെയാണ്? ദൈവം പറഞ്ഞിട്ടല്ല അവര് മഴ പെയ്യത്തില്ലെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ടല്ല അവര് മഴ പെയ്യത്തില്ലെന്നാ പറഞ്ഞത്. ആത്മീയ അധികാരം എന്താണെന്ന് അനേകർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇന്ന് രാത്രികാലം ഞാൻ സംസാരിക്കാൻ പോകുന്ന അഭിഷേകത്തിന്റെ പടവുകൾ എന്നുള്ള ഒരു വിഷയം എടുത്താണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ വന്നാൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ആത്മീയ അധികാരത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശേഷം ദൈവം എന്നെ നേരിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള പഠിപ്പിക്കലൊന്നുമില്ല, ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ പാതപെടുത്തെങ്കിൽ ഇരുന്ന് ഉപവാസത്തിലും പ്രാർത്ഥനയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വേദോസ്തവത്തിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ചില പാഠങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിട്ടു ാണ് ഈ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ആത്മീയമായ അധികാരം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആത്മീയ അധികാരത്തിന്റെ ആഴം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആത്മീയ അധികാരം എവിടെ വരെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് വലുതാണ് ആത്മീയ അധികാരത്തിന്റെ പരിമാണങ്ങൾ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതെന്താണെന്ന് മനസ്സിലാകാത്ത മനുഷ്യൻ, ആത്മീയനല്ലാത്ത മനുഷ്യൻ, ആത്മീയമായ രീതികൾ സഞ്ചരിക്ക് പഠിച്ചിട്ടില്ലാത്ത മനുഷ്യൻ, ആത്മീയ ചുവടുവെപ്പുകൾ ചെയ്തിട്ടില്ലാത്ത മനുഷ്യൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടൊപ്പം നടന്നിട്ടില്ലാത്ത മനുഷ്യൻ അതിനെ പൂജിച്ച് തള്ളിയെന്ന് വരാം, അതിനെതിരായിട്ട് ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ അതിനെ വാദപ്രതിവാദ വിഷയമാക്കി മാറ്റിയെന്ന് വരാം. എന്നാൽ ഞാൻ പറയട്ടെ, ആത്മീയ അധികാരം എന്താണെന്ന് മനസ്സിലാക്കിയവൻ ആത്മീയ അധികാരത്തോടുകൂടെ മാത്രമേ പിന്നെ ചുവടുവെപ്പുകൾ നടത്തുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പഠിക്കാനും മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളിലോട്ട് പോയുമില്ല, തന്റെ പണം വേസ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വാദപ്പെടുത്തലിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന്റെ മർമ്മങ്ങളെ പിടിച്ചെടുത്ത മനുഷ്യൻ മനസ്സിലാക്കി ആത്മീയ അധികാരം ഒന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ആകാശത്തെ അടയ്ക്കും പറഞ്ഞുണ്ട്. അതിനെ എന്റേതായിട്ട് ഏറ്റെടുക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കിയിട്ട് ആഹാബിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ദേശത്ത് മഞ്ഞും മഴ ഉണ്ടാകില്ല. രാജാവ് തീർച്ചയായിട്ടും കുറിച്ച് നോക്കി കാണും, ആരുടെ മനുഷ്യൻ ഇവനാണ് മഴ അയക്കുന്നത്, ഇവന്റെ കയ്യിലാണ് മഴ ഇരിക്കുന്നത്. നമ്മളെ പോലൊക്കെ ആഹാബിന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാരും ആഹാബിന്റെ പ്രവൃത്തികളെല്ലാം ഒന്നിച്ച് ചിന്തിച്ചു അവനെ പോഷനായിട്ട് തള്ളി പരിഹസിച്ച് വിട്ടയച്ചും കാണും. സംഭവിച്ചെന്താണെന്ന് അറിയാമോ? 3.5 വർഷം കഴിഞ്ഞപ്പോ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവേ, ഞാൻ കരുണ കാണിക്കുന്ന ദൈവമാണെന്ന് നിനക്ക് അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് ഈ ജനത്തോട് കരുണ തോന്നിയിരിക്കുന്നു, ഇവർ ഇത്രയും സഹിച്ചു മതി. ഞാൻ മഴ അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ ചെന്ന് ആഹാബിനോട് പറയാൻ പറഞ്ഞു, ഞാൻ മഴ അയക്കുമെന്ന്. പോയില്ല കേട്ടോ ഏലിയാവ്. ശ്രദ്ധിക്കാൻ, ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ഈ നാളുകൾ ഞാൻ പ്രസംഗിക്കാറുള്ളൂ. അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ തന്നെ മനസ്സിലാക്കണം. പോയില്ല ഏലിയാവ്. ദൈവം പറഞ്ഞു പോയി ഏലിയാവിനോട് പറയാൻ പറഞ്ഞു, ആഹാബിനോട് പറയാൻ പറഞ്ഞു. ഏലിയാവ് പോയില്ല. ഏലിയാവ് പോയി കർമ്മലിന്റെ മലമുകളിൽ ഒരു യാഗത്തിന് വട്ടം കൂട്ടുക ചെയ്തത്. യാഗത്തിന് വട്ടം കൂട്ടാൻ ദൈവം പറഞ്ഞില്ല ഏലിയാവിനോട്. ഞാനാണ് ജീവിക്കുന്ന ദൈവം എന്ന് കാണിച്ചു കൊടുക്കുക, ഈ ജനങ്ങളുടെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുക. അല്ല, നീ പോയി ഇങ്ങനെ യാഗപീഠം പണിയെ ഞാൻ ഇറങ്ങി വന്ന് തീ അയച്ച് ഞാനാണ് ജീവിക്കുന്ന ദൈവം തെളിയിച്ചു കൊടുക്കാം എന്നൊന്നും ദൈവം ഏലിയാവിനോട് വാഗ്ദത്തം ചെയ്തില്ല. അതൊന്നും ചെയ്യാൻ ദൈവം ഏലിയാവിനോട് ആവശ്യപ്പെട്ടുമില്ല. ഏലിയാവ് ബലാത്കാരേണ ദൈവരാജ്യത്തെ കീഴടക്കുകയായിരുന്നു. പറയുന്ന മർമ്മങ്ങൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് 3.5 വർഷമായിട്ട് ഞാനൊരു വേട്ടപ്പട്ടിയെ പോലെ ഇട്ട് ഓടിക്കുക. ആഹാബിനെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവുമില്ല. എത്ര പട്ടാള കൂട്ടങ്ങളെ എന്നെ തേടി അയച്ചതാണെന്ന് അറിയാമോ? ഞാൻ ഓടുകയാണ്. കെരൂബ് തോട്ടിൽ പോയി ഉറച്ചാൾ ഒളിച്ചിരുന്നു. അവിടെ നീ എന്നെ ഈ ഇസ്രായേലിന്റെ പരിധിക്കുള്ളിൽ എനിക്ക് ഭദ്രതയില്ലെന്ന് മനസ്സിലാക്കി നീ എന്നെ ഇസ്രായേലിന്റെ പരിധിക്ക് അപ്പുറത്തേക്കല്ല വെച്ചത്, സീഡോൻ നാട്ടിലേക്കല്ലേ വെച്ചത്. ഒരു പുറജാതികളുടെ ഇടയ്ക്ക് ഒരു പുറജാതിക്കാരിയായ വിധവയുടെ വീട്ടിൽ ഞാൻ പോയി എത്ര നാൾ ഒളിച്ചിരുന്നു. ഞാൻ ഇത്രയും വില കൊടുത്തെങ്കിൽ ജീവിക്കുന്ന ദൈവം ആരാണെന്ന് ഇവർ കണ്ടിട്ട് മതി. അതിനുശേഷമാണ് മതി. മഴ കിട്ടാനെല്ലാവർക്കും വലിയ കൊതിയാണ്. മഴ കിട്ടാനെല്ലാവർക്കും ആഗ്രഹമാണ്. അനുഗ്രഹങ്ങൾ കിട്ടാൻ എല്ലാവർക്കും ആവശ്യമാണ്. അനുഗ്രഹങ്ങളുടെ പിന്നാലെ പോയാൽ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട്. ഒരു വിലയും കൊടുക്കാതെ ഒരു നിമിഷം കൊണ്ട് അനുഗ്രഹങ്ങളെ കിട്ടണമെന്നാണ് അല്ലാതെ ആഗ്രഹം വേണ്ട. അങ്ങനെയൊന്നും അനുഗ്രഹം വാങ്ങിക്കണ്ട. ദൈവത്തെ ഒരു കാണണ്ട. ആദ്യം ദൈവസ്ഥൽ വരട്ടെ, പിന്നെ മഴ കൊടുക്കുന്നുള്ളൂ. യേശുവിന്റെ നാമത്തിൽ. സംഭവം നമുക്കറിയാമല്ലോ. കർമ്മലിന്റെ മുകളിൽ പോയി യാഗപീഠം ഉണ്ടാക്കി ജീവിക്കുന്ന ദൈവം ആരാണെന്ന് ആ ജനത്തെ കൊണ്ട് സാക്ഷിപ്പിച്ചവൻ. ആ തലമുറ മുഴുവൻ കുമ്പിട്ട് അവിടെ കുമ്പിട്ട്, അയ്യോ ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവം ഉണ്ടായിരിക്കെ
ആ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം അന്യജാതികളുടെ ദൈവങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പോയല്ലോ. അത് ദൈവം ഞങ്ങളോട് ക്ഷമിക്കണമേ, ഇനിമേൽ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കുള്ളൂ എന്ന് പറഞ്ഞു ഒരു തലമുറ മുഴുവൻ കൊമ്പിട്ട് ദൈവത്തിൽ വീണ് നമസ്കരിച്ച് അതിന് മുൻപ് ഏറ്റു പറഞ്ഞു യഥാസ്ഥാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഏലിയ ഓടി ആഹാബിലേക്ക് വന്നിട്ട് പറഞ്ഞു, വലിയ മഴയുടെ മഴക്കം കൊണ്ട് ഓടിക്കും. ഇന്ന് നിങ്ങളുടെ ഹൃദയം കുടിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഹൃദയം ദൈവസ്ഥലം കുടിക്കുകയാണ്. കൂടെ നൃത്തം ചെയ്യാനുള്ള സന്തോഷം ഇന്ന് എന്റെ ഹൃദയമുണ്ട്. ആമേൻ. ദൈവത്തിന്റെ പൈതലേ, നീ ഒരു നിസ്സാരനാണെന്ന് ലോകം മുന്നിലിരിക്കാം. നിനക്ക് യാതൊരു വിലയില്ലെന്ന് ലോകം മുന്നിലിരിക്കാം. നീ ഒരു പോഷനാണെന്ന് ലോകം മുന്നിലിരിക്കാം. എന്നാൽ നിന്നെ അനുവദിക്കുന്ന ദൈവം ഇന്ന് ജീവിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാമെന്ന് കാലം യേശുവിന്റെ നാമത്തിൽ മഴ കിട്ടി. പക്ഷെ മഴ കിട്ടിയത് ഏലിയാവിന്റെ മനസ്സ് വന്ന ശേഷം. ദൈവരാജ്യത്തെ നിനക്ക് ബലാത്കാരം പിടിച്ചെടുക്കാൻ കഴിയും. ആത്മീയ അധികാരത്തിൽ നിനക്ക് നീങ്ങുവാൻ കഴിയും. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുന്ന ഒരു തലമുറയായിട്ട് നമുക്ക് എഴുന്നേൽക്കണം. കമോൺ, സമയം പാഴാക്കുന്ന കളയിൽ നിന്ന് നിർത്ത്. നിന്റെ ആയുസിനെ പാഴാക്കി കളയുന്ന നിർത്ത്. ഇതിനെ പിന്നാലെ ഓടി അർത്ഥശൂന്യമായി ജീവിക്കുന്നത് നിർത്ത്. ദൈവമെന്ന് പേരുണ്ടെങ്കിലും പെന്തക്കോസ്തുകാരന്റെ പേരുണ്ടെങ്കിലും പെന്തക്കോസ്തിന്റെ ശക്തി പോലും കൊണ്ടു വേണ്ടിയിട്ടില്ലാതെ ജീവിക്കുന്ന ജീവിതം നിർത്ത്. ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിടങ്ങളായി നമുക്ക് മാറാം. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി സംഭരിച്ച മുൻകൂടാരങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറ്റപ്പെടട്ടെ. ആമേൻ. ഒരുപാട് ഉദാഹരണങ്ങൾ എനിക്ക് കാണിക്കാൻ താല്പര്യമുണ്ട്. പുതിയ നിയമത്തിൽ ഞാൻ ഒരു ഉദാഹരണങ്ങൾ കാണിക്കേണ്ട സമയമുണ്ടെങ്കിൽ മറ്റുള്ളത് കാണിക്കാം. ഒരു സോഫൈനിക്കാരത്തെ സ്ത്രീയുടെ കഥ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. സോഫൈനിക്കാരത്തെ സ്ത്രീയെ അവളും ചെയ്തത് തന്നെയാ. കർത്താവോട് നാട്ടിലോട് ഒരു നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു വകയില്ലായിരുന്നു. കാരണം യഹൂദ ഗോത്രത്തിൽ നിന്നുമല്ല അവൾ ജീവിച്ചത്. ഫിനീഷ്യ എന്ന് പറയുന്ന രാജ്യത്ത് അവൾ ജീവിച്ചിരുന്നു. ആ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അവൾ താമസിച്ച ബെലക്കപ്പൊലി പട്ടണങ്ങൾ. ആ നാട്ടോട് കർത്താവിൽ നിന്ന് ആരും ചിന്തിച്ചില്ല. എന്നാൽ യഹൂദന്മാർ തന്നെ കൊല്ലുവാൻ തക്കവണ്ണം കൂടെ വട്ടം കൂട്ടി കൊണ്ടിരുന്ന ആ നാളുകളിൽ തന്റെ സമയമായിട്ടില്ലാത്തത് കൊണ്ട് തന്റെ സമയമാകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവ് ഒരു ചെറിയ വെക്കേഷൻ ഇങ്ങോട്ട് പോയതാ എന്ന് വേണമെങ്കിൽ നമ്മുടെ ഭാഷ വേണമെങ്കിൽ പറയാം. ശിഷ്യന്മാരോട് പോയതാണെന്ന് കർത്താവ് ചിന്തിച്ചങ്ങനെ, ശിഷ്യന്മാരും ചിന്തിച്ചങ്ങനെ. കാരണം ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം യഹൂദന്മാർ ഒന്നുകൂടെ വയലന്റ് ആയിട്ട് ലാസറിനെയും ഇവനെയും വീണ്ടും കൊല്ലണമെന്ന് അവരെല്ലാം തീരുമാനിച്ചു. അതുകൊണ്ട് ബഥാനിയിലൂടെ വേണം യെരുശലേമിലേക്ക് പോകാൻ. അതുകൊണ്ട് അതിലൂടെ പോകാതെ കർത്താവ് ഇങ്ങോട്ട് നടന്നതാണെന്ന ശിഷ്യന്മാരെല്ലാം ചിന്തിച്ചത്. അവരാ സോഫയിലേക്ക് ദേശത്ത് പോയൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാ. റെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ടല്ലോ കൊണ്ടട ഒരു സ്ത്രീ ഓടി വന്ന്. കാരണം അവള് നാളുകളായിട്ട് കൊതിച്ചിരിക്കുക ഒരു ചാൻസ് കിട്ടാൻ. ശ്രദ്ധിക്കാൻ കർത്താവ് അടുത്ത് പറഞ്ഞല്ലോ, കിഴക്കൊന്നും സഭയിലാണ് നിങ്ങൾ ആരാധിക്കുന്നേ. ഒരു സഭയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, എല്ലാ സഭയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറവ് തുടിച്ചു നിൽക്കാണ്ടൊക്കെ വേണം ദൈവം ഭൂമിയിൽ ആക്കി വെച്ചൊരു കൊച്ചു സൗദമാ സഭ. അവിടെ ആക്കി വെച്ചത് അവിടെ അച്ചായങ്ങൾ കളിക്കാനോ അമ്മമാര് കളിക്കാനോ അല്ല. ആ സഭയെ ദൈവം എഴുന്നേൽപ്പിച്ചത് അനേകർക്ക് വിടുതൽ കിട്ടാനാ. ഈ പെന്തക്കോസിനകത്തിരിക്കുന്നവർക്കുണ്ടല്ലോ ഇത് വിടുതൽ കേൾക്കുന്ന ഒരു അലർജി പോലെ. അനേകർക്കും വിടുതലിന്റെ ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞ ഒരു അലർജി പോലെ. ഇന്ന് നല്ല തമാശയൊക്കെ പറഞ്ഞ് ഒരു ജനങ്ങളൊക്കെ കൂട്ടുകൂടെ ചിരിപ്പിച്ചൊരു പ്രസംഗമൊക്കെ പറയാമെങ്കിൽ ഭയങ്കരമായിട്ട് ആള് കൂടും. എന്നാൽ പ്രാർത്ഥിക്കാം, നിങ്ങളെ വിടുതൽ ദൈവമാണെന്ന് പറഞ്ഞാൽ വരാനൊക്കെ ആൾ കുറവാണ്. കാരണം എന്താണെന്ന് അറിയാമോ, ഇന്ന് നമുക്ക് പോലും അതൊരു വിഷയമല്ല. എന്നെ ഏറ്റവും ഭാരപ്പെടുന്ന ഒരു വിഷയം കൂടെ ഞാൻ പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ഇനിയും ചിത്രമൊക്കെ പണങ്ങി കാണാം, ബാക്കിയുടെ പണങ്ങിക്കോട്ടെ, സാരമില്ല. നാട്ടിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ എന്നെ ഏറ്റവും സങ്കടപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഞങ്ങളൊരു ഒരു നാടി ഒന്നിന് കുറഞ്ഞ പക്ഷെ 1 ലക്ഷം രൂപ, 1 ലക്ഷം ഒന്നും അല്ല, അതിൽ കൂടുതൽ രൂപ മുടക്കിയ വരുന്നത്. വന്ന്
നമ്മൾ വലിയ അനുഗ്രഹം ഉണ്ടാകും, ജനത്തിന് അനുഗ്രഹം പ്രാപിക്കണം, ജനത്തിന് വലിയ വിടുതൽ കിട്ടണം. നമുക്ക് ദിവസം വരുന്നതിന് മുമ്പ് 2 ദിവസം ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ച് ദൂതമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ കത്തിജ്വലിച്ച് നിൽക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങോട്ട് വരിക. വരുമ്പോൾ മിക്കവാറും കൺവെൻഷനുകൾ ഇവിടെ അങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യേശു വിടുവിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ യേശു രോഗികൾക്ക് സൗഖ്യം കൊടുക്കും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിന് യേശുവിനോടുള്ള രോഗശാന്തി ആവശ്യമുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാവേ. പല അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴോ തനിയെ നമ്മുടെ വ്യക്തിത്വം മാറിപ്പോകും, നമ്മുടെ കാഴ്ചപ്പാട് മാറിപ്പോകും. ഞാനൊരു സെലിബ്രിറ്റി ആണെന്നുള്ള ചിന്തയൊക്കെ അന്നേരം അങ്ങ് പോകും. അല്ലെ ഇപ്പൊ കൺവെൻഷൻ പ്രാസംഗം എന്നുള്ള ഇമേജ് അങ്ങ് പോകും. ദൈവത്തിന്റെ ഒരു ശുശ്രൂഷ എന്നുള്ളൊരു ഇമേജ് ഇവരെ കാണത്തുള്ളൂ. അതുപോലെ തന്നെ എന്റെ ഹൃദയം പിടിച്ചുള്ളിക്കൊരു സമയമാണ് അന്ന് ഞങ്ങൾ എത്യോപ്യയിൽ പോയപ്പോൾ പാവപ്പെട്ട രാജ്യം, ദരിദ്രം എന്താണെന്ന് കാണണമെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. 4 ദിവസം ക്രൂസൈഡിൽ ജനങ്ങൾ വന്ന് ഒരു മലഞ്ചെരുവിൽ ഇരിക്കുക. കർത്താവിന്റെ കാലത്ത് എന്ന് പറയുന്നത് ഒരു മലഞ്ചെരുവിൽ യോഗം നടക്കുന്നത്. അതിന്റെ മുകളിലാണ് ഒരു കൊച്ചു സ്റ്റേജ് മുള കൊണ്ട് ഒരു കൊച്ചു സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മുളയിൽ ആടുന്ന മുള നിന്നോട് ഞങ്ങൾ പ്രസംഗിച്ചത്. മുന്നിൽ ഇങ്ങനെ ചുമ്മാ മലഞ്ചെരുവിൽ 50,000 ജനങ്ങൾ ഇങ്ങനെ ഇരിക്കുക. 1000കണക്കിന് കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം അറിയാതെ ഗോൾഡ് റെക്കോർഡ് കൊടുത്തു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഗോൾഡ് റെക്കോർഡ് കൊടുത്താൽ 2-3 പേരല്ല വരത്തുള്ളൂ. അപ്പൊ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചിന്ത വെച്ചോണ്ടാ ഗോൾഡ് റെക്കോർഡ് കൊടുത്ത ഉടനെ ഒരു 10,000-15,000 പേര് ഇങ്ങനെ വന്നു. എങ്ങനെ 10,000 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? പിന്നെ ഒടുവിൽ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അവർക്ക് വലിയ സങ്കടമായി പോയി. 2ാമത്തെ ദിവസം വന്നപ്പോൾ ഞങ്ങളുടെ ബസ് വന്ന് ദൂരെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു വരണം. വന്നു മലയുടെ മുകളിൽ കയറാൻ 2 സൈഡിലും ലൈനായിട്ട് അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുക. 1000കണക്കിന് അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ട് നിൽക്കുക. എന്നിട്ട് ഈ അമ്മമാര് അവർ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷിൽ പറയുക, പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. ഇത്രയും പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് അറിയാം. പ്രാർത്ഥിക്കണ്ട പാസ്റ്ററെ, എന്റെ കുഞ്ഞിനെ ഒന്ന് തൊട്ടാ മതി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രാർത്ഥിക്കേണ്ട പാസ്റ്ററെ, പ്രാർത്ഥിക്കാൻ സമയമില്ലെന്ന് എനിക്കറിയാം, ഒന്ന് തൊട്ടാ മതി, എന്റെ കുഞ്ഞിന് വിടുതൽ കിട്ടും. ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നീ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്? നമുക്ക് വേണ്ടായെങ്കിലും കർത്താവിന് വേണ്ടുന്ന ഒരുപാട് പേര് വെളിയിലുണ്ട്. ഈ സ്വർഗവൈനിക്കാരന്റെ സ്ത്രീ അങ്ങനെയുള്ള കൂട്ടത്തിൽ പെട്ടവളായിരുന്നു. അവിടെ നാട്ടിൽ കൂടെ കർത്താവിനൊന്ന് പ്രതീക്ഷിക്കുന്ന യാതൊരു വകയുമില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൾ കേട്ടു, യേശു ഞങ്ങളുടെ സത്യം വന്നിരിക്കുന്നു. ഓ, അവിടെ ഹൃദയം സന്തോഷം കൊണ്ട് തിരുതല്ലാൻ തുടങ്ങി. ഞങ്ങളുടെ നാട്ടിലോ, ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. യേശു കർമ്മ കാണിക്കുന്നവരാണെന്ന് എനിക്കറിയാം. കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കാൻ മനസ്സുള്ള യേശു എന്റെ കുഞ്ഞിനെ തൊട്ട് സൗഖ്യമാക്കാതിരിക്കത്തില്ലെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ യേശുവിനെ നിങ്ങൾക്കൊന്നും ചെല്ലാൻ യാതൊരു മാർഗമില്ലല്ലോ എന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് അവിടെ കണ്ടപടങ്ങളുള്ള സുവാർത്ത പറഞ്ഞത്. യേശുവിന്റെ പാദങ്ങളിൽ നാട്ടിലെത്തിയിരിക്കുന്നു. യേശുവിന്റെ പാദങ്ങളിൽ നാട്ടിലെത്തിയിരിക്കുന്നു. അവൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി 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 പോകുമ്പോൾ നടുകൊടുക്കുന്ന യേശു പോകുന്നു. ആരാണെന്ന് അവൾ നോക്കിയില്ല. ചുറ്റും നിൽക്കുന്നവർ ആരാണെന്ന് നോക്കിയില്ല. യേശുവിന്റെ ചുറ്റും നിൽക്കുന്ന യഹൂദന്മാരുടെ വസ്ത്രം ധരിച്ച, യഹൂദന്മാരുടെ താടിയുള്ള, യഹൂദന്മാരുടെ ചിന്താഗതിയുള്ള, യഹൂദന്മാരുടെ മുൻവിധിയുള്ള ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ അവൾ നോക്കിയില്ല. അവിടെ ഉള്ളിൽ തുടിച്ചിരുന്ന ആവശ്യബോധം അതിലൊക്കെ അപ്പുറത്തായിട്ട് കർത്താവിന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കുവാൻ അവളെ പ്രചോദിപ്പിച്ചു. സ്വന്തമായവരെ തള്ളിക്കളഞ്ഞെങ്കിലും നിന്റെ സ്വന്തത്തിൽപ്പെട്ടവരല്ലാത്ത ഞാൻ സമ്മതിക്കുന്നു, നീയാണ് മെസ്സിയ, നീയാണ് യഥാർത്ഥ ദൈവപുത്രൻ, നീയാണ് വീണ്ടെടുപ്പുകാരൻ, നീയാണ് രോഗസൗഖ്യദായകൻ, നീയാണ് ഇന്ന് വിഷയത്തിന്റെ മറുപടി, നീയാണ് എനിക്ക് വേണ്ടി ഉത്തരങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ വേണ്ടി കർത്താവേ, ഉത്തരങ്ങൾ നന്നാട്ട്. നമുക്കറിയാം എത്രത്തോളം അവളോട് ഇടപെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാൽ അവൾക്ക് പറയാൻ സമയം എടുക്കുന്നില്ല. എന്നാൽ അവൾ പതറിപ്പോയില്ല. കർത്താവ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ട് കർത്താവ് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയാണ് ചെയ്തത്. അതവിടെ കിടക്കട്ടെ. ഒടുവിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഇസ്രായേൽ പോലും ഇത്രയും വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയായിരുന്നു യേശു. അതവിടെ കിടക്കട്ടെ. എന്റെ വിഷയം ഇന്ന് ഫോക്കസ് ചെയ്യുന്ന സ്ത്രീയാണ്. നോക്കണം, കർത്താവ് ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവന്റെ ഹൃദയം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാം. കർത്താവിന്റെ തിരുഹൃദയം അവൾ നന്നായി മനസ്സിലാക്കി. നമ്മളെക്കാൾ കൂടുതലായിട്ട് അവൾ മനസ്സിലാക്കിയോണ്ട് അവിടെ നിന്ന് പറഞ്ഞു, നീ നായിക്കോട്ടെ എന്ന് വിളിച്ചു.
മക്കൾക്കൊന്നും കൊടുക്കണ്ട, നായ്ക്കുട്ടികൾക്ക് കൊടുക്കാൻ നിനക്ക് മനസ്സുള്ളത് എനിക്ക് തരാമെങ്കിൽ എന്റെ വിഷയത്തിന് മറുപടിയുണ്ട്. ഉത്തരമായിട്ടാണ് മടങ്ങിപ്പോയത്. ദിവസം എല്ലാവരും എഴുന്നേറ്റ് നാട്ടെ. പ്രസംഗം തീർന്നില്ല, പക്ഷെ ഞാൻ നിർത്തുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പം മിനിറ്റുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആവശ്യബോധമുണ്ടെങ്കിൽ ഉത്തരവുമായിട്ട് ഞാൻ മടങ്ങിപ്പോയി ഒന്ന് മല്ല പിടിക്കാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ, മല്ല പിടിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി, അല്ലാത്ത പോലല്ല. യാക്കോബിനെ പോലെ കൊടുക്കാൻ ഒടുവിൽ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, പക്ഷേ ആയുഷ്കാലം മുഴുവൻ നീ മുടത്തിയായിരിക്കും നടക്കാൻ പോകുന്നത്. അവൻ എന്ത് പോലെ കാലവിനുണ്ട്. അവന്റെ നാമത്തിന്റെ അധികാരം കുറഞ്ഞു പോയിട്ടില്ല, അവന്റെ നാമത്തിൽ വിടുതലിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല. ആത്മാവിനോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല ലോകവും എഴുതി തള്ളിക്കളഞ്ഞ ചില കുഞ്ഞുങ്ങളെ ചില ഭവനങ്ങളിലേക്ക് ദൈവം മടക്കി വരുത്തുന്ന ആത്മീയമായ യഥാസ്ഥാപനത്തിലേക്ക് ദൈവം നടത്തുന്ന പകൽക്കാലമാണ് ഈ പകൽക്കാലമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ വായികളും ദിവസം തുറന്നാട്ടെ. ഒരൊറ്റ കണ്ണുവിടെ തുറന്നിരിക്കരുത്. പ്രത്യേകിച്ച് മുമ്പോട്ട് കടന്നൊന്ന് ആരും കണ്ണു തുറന്നവിടെ നിൽക്കല്ല. എന്ന് പകൽക്കാലം നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹം പിടിച്ചു വാങ്ങാൻ വേണ്ടി. തന്നെ ഇന്ന് പകൽക്കാലം ദിവസത്തിൽ കീറും. ഇന്ന് പകൽക്കാലം അവന്റെ സന്ധ്യ കടത്തിയല്ലോ, കർമ്മ കാണിക്കുന്നവരുടെ അരികിലേക്ക് ഈ പകൽക്കാലം ലജ്ജ കൂടാതെ നടത്തിയല്ലോ. അനേകതോടെ മുട്ടിച്ച് മടുത്തു പോയതാണെങ്കിലും ഇന്ന് പകൽക്കാലം ലജ്ജ കൂടാതെ ഒരു പ്രാവശ്യം കൂടെ മുട്ടിക്കാൻ തക്കോടെ മനസ്സ് വയ്ക്കൂ, മനസ്സ് വയ്ക്കൂ, മനസ്സ് വയ്ക്കൂ, മനസ്സ് വയ്ക്കൂ. ഇന്ന് പകൽക്കാലം എഴുന്നേൽക്കും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആവശ്യമുള്ള നന്മകളെ അവൻ നൽകി തരും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കുള്ള ഉത്തരങ്ങളെ അവൻ നൽകി തരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, 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 എല്ലാ നാമത്തെക്കാളും ശ്രേഷ്ഠമായ യേശുവിന്റെ നാമത്തിൽ ചൊല്ലാം. ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവരുടെ നാമത്തിൽ ഞങ്ങൾ ചേർക്കുന്നു. Hallelujah! 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 നിന്റെ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല എന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുന്ന താഴെ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചോ. യേശു തമ്പുരാനെ ഇന്ന് പകൽക്കാലം നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഞങ്ങൾ വിടുതല ചെയ്യുന്നു. അസാധ്യമെന്ന് പഠിക്കാൻ അത്യാവശ്യം വിജയ വിഷയങ്ങളെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിജയമെടുക്കുന്നു. മറുപടിയില്ല, 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 മറുപടിയില്ല എന്ന് ഈ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഡോക്ടർമാർ വിജയിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു, ഞങ്ങൾ ജയമെടുക്കുന്നു. സകലവും തകർന്നു, സകലവും തകർന്നു, സകലവും തകർന്നു. ഇതുപോലെ തീരുമാനമുണ്ട്. സകലവും പുതിയ കുടുംബങ്ങളെ ഇന്ന് പകൽക്കാലം പുത്തൻ മകളുടെ യേശു തുറക്കുന്നു, യേശു തുറക്കുന്നു. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോട് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ള മുമ്പോട്ട് കൂടി പ്രാർത്ഥിക്കാൻ ദൈവത്തിന്റെ ബന്ധത്തിന്റെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായി നോക്കുക. എന്റെ മകൾ ദൈവം Show
Thank you.
Thank you.
നമുക്ക് സിംഹത്തിനും വായിൽ അകപ്പെട്ടതിൽ നീ പാലിച്ചെടുക്കണം. ദാവീദ് സിംഹത്തിനും വായിൽ ആട്ടിൻകുട്ടിയെ രക്ഷിച്ചത് പോലെ ഇന്ന് അഭിഷേകം പ്രാപിച്ച നിന്റെ തലമുറ വലിച്ചെടുക്കണം. ആത്മാവിൽ രക്തജയം ജോലി പോയെങ്കിൽ ഇന്ന് പേർ യേശു നാമത്തിൽ വലിച്ചെടുക്കണം. വീട് പോകാനായെങ്കിൽ യേശു നാമത്തിൽ അതിനെ നീ വലിച്ചെടുക്കണം. ആലിന്റെ കൃപകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തോടെ തിരിച്ചെടുക്കുന്ന ദൈവങ്ങൾക്കായി ദൈവത്തെ സ്വന്തം ചെയ്യുകയാണ്. കുടുംബം നിന്റെ ഭർത്താവിന്റെ വിശ്വാസം വന്നിട്ടെങ്കിൽ ഇന്ന് നീ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അടുത്ത ദിവസം നിന്റെ ഭർത്താവ് ഇവിടെ വന്നിരിക്കും, നിന്നോട് മുട്ടും മടങ്ങിയിരിക്കും. ബലാൽക്കാരനെ നീ അതിനെ ഏറ്റെടുക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനോടുള്ള ദൂത് നിന്ന് പറഞ്ഞാൽ സംസാരിക്കുകയായിരുന്നു. അവിശ്വസിക്കുക ദൈവത്തിൽ പിന്നെ ദേവദാസൻ നമ്മളെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അതെല്ലാം നടന്നുകൊണ്ടിരിക്കും. നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ നമുക്ക് ഈ ശക്തി ദൈവത്തിൽ ഇന്ന് നാളെ കഴിഞ്ഞ് നമുക്ക് വിടുതലുള്ള ദിവസങ്ങളാണ്, ശക്തിയുള്ള ദിവസങ്ങളാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെ പരമ്പര ദിവസം വെളിപ്പെട്ട് വരുവാൻ നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവ് ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കുന്നു, വിടുതലോടെ പറഞ്ഞയക്കുന്നു. ദൈവത്തിന്റെ സ്നേഹവും ആശിസിദ്ധാത്മാനുസംസർഗവും കാവലും നമ്മോടും ലോകമക്കളാ സകല ശുദ്ധന്മാരോടും ഈ വേലയോടും കൂടി പെടുന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.